അമ്പലമുക്ക് വിനീത കൊലക്കേസിൽ പ്രതി രാജേന്ദ്രനെ തമിഴ്നാട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത ശേഷം ഒട്ടേറെ വെല്ലുവിളികളാണ് അന്വേഷണ സംഘം നേരിട്ടത്. ഏറ്റവും ബുദ്ധിമുട്ട് നേരിട്ടത് ചോദ്യം ചെയ്യാനായിരുന്നു. നേരത്തെ 3 പേരെ കൊന്ന കേസിൽ തമിഴ്നാട് പോലീസിന്റെ അറസ്റ്റ് നടപടികൾക്ക് വിധേയനായിട്ടുള്ള രാജേന്ദ്രന് അന്വേഷണ രീതികളും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രങ്ങളും അറിയാമായിരുന്നു. പക്ഷേ മറുതന്ത്രം മെനഞ്ഞ് പോലീസ് രാജേന്ദ്രന്റെ മനസ്സ് തുറപ്പിച്ചു. ആ വഴികളെപ്പറ്റി വിശദീകരിക്കുകയാണ് അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥൻ. അന്ന് കമ്മീഷണർ സർജൻ കുമാർ സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു 35-40ഓളം ടീം രാത്രി എന്നില്ല പകലെന്നില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്താണ് ഈ പ്രതിയിലേക്ക് എത്തിയത്. ഇയാളെ എത്തിയതിന് ശേഷം തന്നെ ആദ്യം ഇയാൾ ഒരു രീതിയിലും ഈ കുറ്റം സംഭവിച്ചിരുന്നില്ല. നമ്മളെ പോലീസുകാരുടെ നിന്നും എന്തെങ്കിലും മറുപടി പറയാൻ പോലും അദ്ദേഹം വിസമ്മതിച്ചിരുന്നു. പിന്നെ ക്രമേണ നമ്മൾ അയാളുമായിട്ട് ഒരു സൗഹൃദത്തിലായി. അയാളൊരു വിശ്വാസം നേടിയെടുത്ത് അങ്ങനെയാണ് അയാൾ ഓരോ കാര്യങ്ങളായിട്ട് വെളിപ്പെടുത്താൻ തുടങ്ങി. എന്നിട്ടും ആദ്യം അയാൾ ഒരുപാട് നമ്മളെ മിസ്ലീഡ് ചെയ്തു, പോലീസിനെ ഒരുപാട് മിസ്ലീഡ് ചെയ്തു. ഓരോ പ്രാവശ്യം അയാളെ മിസ്ലീഡ് ചെയ്യുമ്പോഴും കത്തി ഇന്നെടുത്തിട്ടുണ്ട്, തുണി ഇന്നെടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ പ്രാവശ്യം മിസ്ലീഡ് ചെയ്യുമ്പോഴും നമ്മൾ അയാളുടെ ദേഷ്യമൊന്നും കാണിക്കാതെ വീണ്ടും അയാളെ അപ്രോച്ച് ചെയ്ത് അങ്ങനെയാണ് ഇയാളിൽ നിന്ന് നമുക്ക് ഇത്രയും സാധനങ്ങൾ റിക്കവർ ചെയ്യാൻ പറ്റിയത്. വളരെ ഇൻ്റലിജൻ്റ് ആൻഡ് കണ്ണിങ് ആയിട്ടുള്ള ഒരു കുറ്റവാളിയാണ് അയാൾ. ഇയാൾ പറയുന്നത് കള്ളമാണെന്ന് നമുക്കറിയാം. എന്നിരുന്നാലും നമ്മളത് കാണിക്കാതെ തന്നെ അയാൾ കാണത്തൊക്കെ നമ്മൾ ഒരുപാട് അവിടെ എല്ലാം പരിശോധിച്ചു. അങ്ങനെ അവസാന ഡേയിലാണ് ഇയാളെ കസ്റ്റഡി തീരുന്നതിൻ്റെ തൊട്ട് മുന്നിലാണ് നമുക്ക് ഒരു ഇതില്ല വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇയാളെ അപ്രോച്ച് ഞങ്ങളെ പറയിക്കുകയാണ് ചെയ്തത്. നമ്മൾ പോലീസ് അയാളെ കൊണ്ട് പറയിക്കുകയാണ് ചെയ്തത്. അപ്പോഴും നമുക്കൊരു വിശ്വാസമില്ലായിരുന്നു. അത് റൂമിൽ വെച്ചിട്ടുണ്ട് എന്ന് അയാൾ പറഞ്ഞുള്ളൂ, സ്ഥലമൊന്നും പറഞ്ഞില്ല. എവിടെ വെച്ചിട്ടുണ്ട്? ആ റൂമിൽ വെച്ചിട്ടുണ്ട്. റൂമിൽ എന്നെ കൊണ്ടുപോകുന്നൊക്കെ അങ്ങനെ കൊണ്ടുപോയപ്പോഴത്തേക്കും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്താണ് ഇയാൾ വെച്ചിരുന്നത്. ഒരു പൈപ്പിനുള്ളിൽ അതിൻ്റെ മുകളിൽ കുറച്ച് വേസ്റ്റ് എല്ലാം വെച്ചിട്ട് ആർക്കും കണ്ടെത്താൻ പറ്റാത്ത രീതിയിലാണ്. അത്ര നല്ല രീതിയിൽ കണ്ണിങ് ആയിട്ട് പെരുമാറിയിട്ടുള്ള ഒരു കുറ്റവാളിയാണ്.